ഹലോ ഡിയർ MBA ആസ്പിറൻസ് 2024. സോ കഴിഞ്ഞ 2 വീഡിയോകളിൽ നമ്മൾ പറഞ്ഞു വെച്ചത് ജനറൽ ആയിട്ട് ഒരു കാറ്റ് അല്ലെങ്കിൽ ഒരു MBA ആസ്പിറന്റിന് വേണ്ട ഒരു മൈൻഡ് സെറ്റ് എന്താണ്, എന്തൊക്കെയാണ് നിങ്ങൾ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത്, എങ്ങനെയാണ് നിങ്ങൾ ഗോൾ സെറ്റ് ചെയ്യേണ്ടത്, നിങ്ങളുടെ ഒരു ടാർഗറ്റ് പേഴ്സൻറ്റേജ് എങ്ങനെ കണ്ടുപിടിക്കണം മുതലായ കാര്യങ്ങളായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു വീഡിയോയിൽ ഞാൻ മെയിനായിട്ട് സംസാരിക്കാൻ പോകുന്നത് സെൽഫ് ബേസ്ഡ് ആയിട്ട് കാറ്റ് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ നിങ്ങളുടെ ഒരു ഷെഡ്യൂള് നിങ്ങൾക്ക് ഉണ്ടാക്കുക എന്നുള്ളതും എങ്ങനെ അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാം എന്നുള്ളതുമാണ്. സോ ഞാനിത് സംസാരിക്കുന്നത് കൂടുതൽ ഓപ്പൺ ഡാറ്റ് ഫൗണ്ടേഷൻ്റെ റിസോഴ്സസ് യൂസ് ചെയ്ത് പ്രിഡോമിനൻ്റ് മെയിനായിട്ട് ഓപ്പൺ ഡാറ്റിൻ്റെ റിസോഴ്സ് യൂസ് ചെയ്ത് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയാണ്. സോ നമ്മളിപ്പോൾ ഓപ്പൺ ഡാറ്റിൻ്റെ വെബ്സൈറ്റിൽ നിങ്ങൾ പോയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് അരിത്തമെറ്റിക് എന്ന് പറയുന്ന ക്വാണ്ടിറ്റേറ്റീവ്. സോ നിങ്ങൾക്കറിയാം കാറ്റ് എന്ന് പറയുന്നത്, ഇതുവരെ അറിയാത്തവർക്ക് ഒന്നുകൂടെ പറഞ്ഞുതരാം. കാറ്റ് എന്ന് പറയുന്ന അല്ലെങ്കിൽ പൊതുവെ MBA എൻട്രൻസസിനൊക്കെ 3 സെക്ഷൻസ് ആണ് ഡെഡിക്കേറ്റഡ് ആയിട്ട് ഉണ്ടാവുക. ഒന്ന് VRC, വെർബൽ എബിലിറ്റി ആൻഡ് റീഡിംഗ് കോംപ്രിഹെൻഷൻ. വെർബൽ എബിലിറ്റി ആൻഡ് റീഡിംഗ് കോംപ്രിഹെൻഷൻ എന്ന് പറയുന്നതിൽ ഒരു 70% റീഡിംഗ് കോംപ്രിഹെൻഷൻ ആയിരിക്കും, ഒരു 30% വെർബൽ എബിലിറ്റി ആയിരിക്കും കാറ്റിനെ സംബന്ധിച്ചിടത്തോളം. റീഡിംഗ് കോംപ്രിഹെൻഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഈ 10th ഉണ്ടായിരുന്ന പോലെ ഒരു പാസേജ് തന്നിട്ട് അതിനെ ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതാണ് റീഡിംഗ് കോംപ്രിഹെൻഷൻ. അതല്ലാതെ പാരാജമ്പിൾ, പാരാസമ്മറി, ഓഡ് വൺ ഔട്ട് പിന്നെ മുതലായ കുറച്ച് VA അതായത് വെർബൽ എബിലിറ്റി ക്വസ്റ്റ്യൻസും ചോദിക്കാറുണ്ട്. എന്നാലും ഒരു മെയിൻ വെയിറ്റേജ് RCക്കാണ് കൊടുക്കേണ്ടത്. പക്ഷേ ആസ് ഓഫ് നൗ നമ്മൾ മാർക്ക് അനുസരിച്ചുള്ള ഒരു വെയിറ്റേജ് ഒന്നും വെച്ചിട്ട് പഠിക്കേണ്ട ടൈം ആയിട്ടില്ല. കാരണം വി ആർ ഹാവിംഗ് ഗുഡ് 8 months ടു പ്രിപ്പയർ. 8 months ഒരുപാട് കൂടുതലല്ല, ഒരുപാട് കുറവല്ല, ബട്ട് വി ആർ ഹാവിംഗ് സഫിഷ്യന്റ് ടൈം ടു കംപ്ലീറ്റ് ഓൾ ദി ടോപ്പിക്സ്. അതായത് ഇപ്പോൾ ഒരു ജൂൺ, ജൂലൈ, ഓഗസ്റ്റിലൊക്കെ പ്രിപ്പറേഷൻ തുടങ്ങുന്ന ഒരാളാണെങ്കിൽ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീവിയസ് ഇയർ കാറ്റ് പേപ്പർ ഒക്കെ എടുത്തിട്ട് എങ്ങനെ ഏത് ടോപ്പിക്സിൽ നിന്നാണ് കൂടുതലായിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുക എന്നറിഞ്ഞതിന് ശേഷം അവിടെ കേന്ദ്രീകരിച്ചിട്ടുള്ളൊരു പ്രിപ്പറേഷൻ ആയിരിക്കണം ചെയ്യേണ്ടത്. ഇപ്പോൾ നിങ്ങൾക്ക് ഇത്രയും ടൈം ഉള്ളപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് കംപ്ലീറ്റ് കോൺസെപ്റ്റ് ക്ലിയർ ചെയ്തിട്ട് വേണം നിങ്ങൾ മുന്നോട്ട് പോകാൻ വേണ്ടി. സോ അങ്ങനെ പറയുമ്പോൾ നിങ്ങൾ വെർബൽ എബിലിറ്റി, റീഡിംഗ് കോംപ്രിഹെൻഷൻ രണ്ടിനും ഇമ്പോർട്ടൻസ് കൊടുക്കണം. രണ്ടാമത്തെ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് DALR ആണ്, ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ ആൻഡ് ലോജിക്കൽ റീസണിങ്. സോ ഇതിൽ ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത് മെയിനായിട്ട് ഒരു ഗ്രാഫ് അല്ലെങ്കിൽ ഒരു ചാർട്ട് അല്ലെങ്കിൽ ഒരു ബാർ ഗ്രാഫ്, അങ്ങനെയുള്ള പൈ ചാർട്ട് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു പിക്ചോറിയൽ റെപ്രസെന്റേഷൻ ഓഫ് ഡാറ്റ തന്നിട്ട് അതിനെ ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് ഒരു ചാർട്ട് എങ്ങനെ, ഒരു ഗ്രാഫ് എങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്യണം എന്നുള്ളതും പ്രാക്ടീസിലൂടെ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു സ്കില്ലാണ്. പിന്നെ ഉള്ള ലോജിക്കൽ റീസണിങ് എന്ന് പറയുന്നത് മെയിനായിട്ട് ഓൾറെഡി ഒരു മോക്കൊക്കെ എടുത്ത് നോക്കിയിട്ടുള്ള ആൾക്കാർക്ക് അറിയുന്നുണ്ടാവും. അതായത് ചെറിയ പസില് പോലത്തെ കുറച്ച് ചെറിയ കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉള്ള ഒരു പസില് പോലത്തെ സാധനമാണ്. അതായത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാൻ എപ്പോഴും പറയുന്ന ഒരു ഉദാഹരണം, 7 നിലയുള്ള ഒരു ബിൽഡിംഗ് ഉണ്ട്, 7 ആൾക്കാരുണ്ട്, നിലയുടെ പേര് 1 2 3 4 5 6 7, ആൾക്കാരുടെ പേര് ABCDEFGHI. അപ്പം ഇത്രയും ആൾക്കാരിൽ അവർ കുറെ കണ്ടീഷൻസ് വരും. Aയും Bയും ഒരിക്കലും ഒരുമിച്ച് വരില്ല, Cയും Dയും എപ്പോഴും ഒരുമിച്ച് വരും. അങ്ങനെയാണെങ്കിൽ 3ാമത്തെ നിലയിൽ ആരാണുള്ളത്? ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ ലോജിക്കൽ റീസണിങ്ങിൽ വരിക. സോ ഇത് രണ്ടും അഗെയിൻ പ്രാക്ടീസിലൂടെയാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. കൂടുതലും തിയറി പഠിക്കുന്നതിനേക്കാളും ഉപരി കൂടുതൽ നമ്പർ ഓഫ് DA ആൻഡ് LR സെറ്റ്സ് പ്രാക്ടീസ് ചെയ്തിട്ടാണ് ഇതിലും നമ്മൾ ഒരു സ്കോർ മാക്സിമൈസ് ചെയ്യുന്നതും സിലബസ് കവർ ചെയ്യുന്നത്. തിയറി ഇതിനെല്ലാം ഉണ്ട്. നമ്മുടെ ഓപ്പൺ ഡാറ്റ വെബ്സൈറ്റിൽ പോയാലും ഈ ലോജിക്കൽ റീസണിങ്ങിൽ, ഇപ്പം ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ ലോജിക്കൽ റീസണിങ്ങിൽ മൊത്തം വരുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഒരു 6-8 ടൈപ്പ് അല്ലെങ്കിൽ ഒരു 10 ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. അപ്പോൾ ആ ടൈപ്പ് ക്വസ്റ്റ്യൻസിന്റെ ഒക്കെ തിയറി വെബ്സൈറ്റിലുണ്ട്. ആ തിയറി നിങ്ങൾ ക്ലിയർ ചെയ്യാൻ വേണം. തിയറി വേണ്ടെന്നല്ല പറയുന്നത്, പക്ഷേ മോസ്റ്റ്ലി അതൊരു പ്രാക്ടീസ് ഡ്രിവൺ എക്സസൈസ് ആണ്. വെർബൽ എബിലിറ്റി ആൻഡ് റീഡിംഗ് കോംപ്രിഹെൻഷൻ ആണെങ്കിലും തിയറീസ് ഉണ്ട്, വെർബലിലൊക്കെ ഒരുപാട് തിയറീസ് നമ്മുടെ വെബ്സൈറ്റിലുണ്ട്. പക്ഷേ മെയിൻലി അതൊരു പ്രാക്ടീസ് ഡ്രിവൺ ആണ് ചെയ്യേണ്ടത്. കാറ്റിലെല്ലാം പ്രാക്ടീസ് ഡ്രിവൺ ആണ്. കാറ്റ് എന്നല്ല, എല്ലാ എൻട്രൻസിലും ഇറ്റ്സ് മോസ്റ്റ്ലി പ്രാക്ടീസ് ഡ്രിവൺ. അല്ല എന്നുണ്ടായിരുന്നെങ്കിൽ നിങ്ങളുടെ ബോർഡ് എക്സാമിന് 100% കേരള സിലബസിലൊക്കെ വാങ്ങുന്ന എല്ലാവരും JEE അഡ്വാൻസിലും അല്ലെങ്കിൽ CUET UG പരീക്ഷകളിലും ഒക്കെ ഇന്ത്യയിൽ ഫസ്റ്റ് റാങ്ക് വരേണ്ടിയിരുന്നു. പക്ഷെ അങ്ങനെ സംഭവിക്കുന്നില്ല. എൻട്രൻസിന് വേണ്ടി സെപ്പറേറ്റ് പ്രിപ്പയർ ചെയ്യാത്തവർക്ക് ആർക്കും, ഈവൻ ദോ അവർ ബോർഡ് എക്സാമിൽ 100% മാർക്ക് വാങ്ങിയിട്ടുണ്ടെങ്കിൽ പോലും അവർക്ക് റാങ്ക് ലിസ്റ്റിൽ കയറാൻ പറ്റാത്ത അല്ലെങ്കിൽ ടോപ്പിൽ വരാത്തതിന്റെ പ്രധാനപ്പെട്ട കാരണം എൻട്രൻസ് എന്ന് പറയുന്നത് പ്രാക്ടീസ് ഓറിയന്റഡ് ആണ്. എൻട്രൻസ് എന്ന് പറയുന്നത് ടൈം മാനേജ്മെന്റ് ആണ്. എൻട്രൻസ് എന്ന് പറയുന്നത് സ്ട്രെസ് മാനേജ്മെന്റ് ആണ്. എൻട്രൻസ് എന്ന് പറയുന്നത് പിക്ക് ഇൻ ദി റൈറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. എൻട്രൻസ് എന്ന് പറയുന്നത് ബോർഡ് എക്സാം പോലെ 100% മാർക്ക് വാങ്ങുക അല്ലെങ്കിൽ എല്ലാ ക്വസ്റ്റ്യനും ആൻസർ ചെയ്യുക, ഒരുപാട് 2-3 പേജ് അല്ലെങ്കിൽ ഒരു 10-20 പേജിൽ
പേപ്പറിൽ എഴുതി കൊടുത്തിട്ട് അതിന്റെ ഒരു കനത്തിന്റെ മുകളിൽ മാർക്ക് തരുന്ന ഒരു സമ്പ്രദായമല്ല ഉള്ളത്. ശരി ഉത്തരമാണെങ്കിൽ മാർക്ക് കിട്ടും, തെറ്റുത്തരമാണെങ്കിൽ മാർക്ക് പോവും. അത് തന്നെ എല്ലാം ചെയ്യേണ്ട ആവശ്യമില്ല. 198 മാർക്കിൽ വരുന്ന കാറ്റിൽ ഏതാണ്ട് ഒരു 40-45 മാർക്ക് വാങ്ങിയാൽ തന്നെ 90-92% കിട്ടുന്ന ഒരു IIM കോൾ വരെ വരാവുന്ന ലെവൽ ഒരു എക്സാം ആണ്. അപ്പൊ ഇതിനകത്ത് ഇറ്റ്സ് മെയിൻലി പ്രഷർ മാനേജ്മെന്റ് സ്ട്രാറ്റജി അപ്ലൈ ചെയ്യുക, അതിന്റെ പ്രാക്ടീസ് കൂട്ടുക എന്നുള്ളത്. സോ ടോപ്പിക്സ് എപ്പോഴും നമ്മൾ പ്രാക്ടീസ് കൊണ്ട് കോമ്പൻസേറ്റ് ചെയ്യണം. പക്ഷെ മൂന്നാമത് വരുന്ന കാറ്റിന്റെ സെക്ഷൻ, ഇപ്പൊ ഞാൻ പറഞ്ഞു വെർബൽ എബിലിറ്റി ആൻഡ് റീഡിംഗ് കോംപ്രിഹെൻഷൻ, ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ ആൻഡ് ലോജിക്കൽ റീസണിംഗ്. ഞാൻ മൂന്നാമത് വരുന്ന ഒരു സെക്ഷൻ എന്ന് പറയുന്നത് ക്വാണ്ടിറ്റേറ്റീവ് എബിലിറ്റി എന്ന് പറയുന്ന ഒരു സെക്ഷനാണ്. ഈ ക്വാണ്ടിറ്റേറ്റീവ് എബിലിറ്റിയിൽ ശരിക്കും നമ്മൾ 10ാം ക്ലാസ് വരെ പഠിച്ച മാത്സിനെ ബേസ് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻസ് വരിക എന്ന് പറയുമെങ്കിലും ഇതിനകത്ത് കുറച്ച് കോൺസെപ്റ്റ്സ് കവർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതിനേക്കാളും കൂടുതൽ പ്രാക്ടീസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. കാരണം കോൺസെപ്റ്റ്സ് കവർ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് കുറെ നാളായി. 10ാം ക്ലാസ് ആണെങ്കിലും എല്ലാ ടോപ്പിക്സിലും നമ്മൾക്ക് അത്ര അധികം ഒരു ഗ്രിപ്പ് ഉണ്ടായി എന്ന് വരില്ല. ഇനി അങ്ങനെ ഗ്രിപ്പ് ഉള്ള ആൾക്കാരുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ അതിന്റെ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിരിക്കും. നിങ്ങൾ മാത്സിലൊക്കെ 10ാം ക്ലാസ്സിൽ ബോർഡ് എക്സാമിന് വേണ്ടി പഠിച്ചിട്ടുണ്ടാവും. ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ സ്റ്റെപ്പ് എഴുതി LHS = RHS എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പോകുന്ന സാധനമാണ്. അതല്ല നമുക്കിവിടെ വേണ്ടത്. ഓരോ ക്വസ്റ്റ്യനും നമുക്ക് മാക്സിമം 2.5 മിനിറ്റ് എടുത്തിട്ട് സോൾവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനകത്ത് കുറച്ച് ഷോർട്ട് കട്ട്സ് അറിയണം, എങ്ങനെ പെട്ടെന്ന് ആൻസറിൽ എത്താമെന്ന് അറിയണം, കുറച്ച് ഫോർമുലാസ് എക്സ്ട്രാ അറിയേണ്ടി വരും. അതിനുവേണ്ടി തിയറി കാണുക എന്നുള്ളത് ക്വാണ്ടിറ്റേറ്റീവ് എബിലിറ്റിയിൽ വളരെ എളുപ്പമാണ്, അതിന്റെ വളരെ അത്യാവശ്യമാണ്. അതുപോലെ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് അതിനേക്കാളേറെ ഇമ്പോർട്ടൻ്റ് ആണ്. മൊത്തം ഉള്ള ടോപ്പിക്സ് ശരിക്കും പറഞ്ഞാൽ അരിത്തമെറ്റിക്, ജോമെട്രി ആൻഡ് ഓൾജിബ്ര 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ചില സ്ഥലങ്ങളിൽ 4മതൊരു ക്ലാസിഫിക്കേഷൻ നിങ്ങൾ കാണും, മോഡേൺ മാത്ത് എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഓപ്പൺ ഡാറ്റന്റെ ഈ പ്രോഗ്രാമിൽ നമ്മൾ 3ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. സോ അരിത്തമെറ്റിക് എന്ന് പറയുന്നത് കൂടുതലും ഈ പറയുന്ന റേഷ്യോസ് ആൻഡ് പ്രൊപ്പോർഷൻ, പെർസെൻറ്റേജ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, സിമ്പിൾ ഇൻട്രസ്റ്റ് ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, ആവറേജസ്, ടൈം ആൻഡ് വർക്ക്, ടൈം സ്പീഡ് ഡിസ്റ്റൻസ്, മിക്സ്ചേഴ്സ് ആൻഡ് അലിഗേഷൻ മുതലായ ടോപ്പിക്കുകളാണ്. പിന്നെ വരുന്നത് ജോമെട്രിയിൽ ക്വാഡ്രിലാറ്ററൽ ആൻഡ് പോളിഗൺ, സർക്കിൾ, മെൻസുറേഷൻ ഒക്കെ വരുന്നുണ്ട്. ആൻഡ് അവസാനം നമ്മൾ ഓൾജിബ്രയിലോട്ടാണ് പോവുക. ഓൾജിബ്രയിൽ ലീനിയർ ഇക്വേഷൻ, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ, ഇൻഇക്വാലിറ്റി, സീക്വൻസ്, ഫംഗ്ഷൻസ്, മോഡുലസ് എന്ന് പറയുന്ന കുറച്ച് കോൺസെപ്റ്റ്സ് ഉണ്ട്. ഇതെല്ലാം നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ കേട്ട് മറന്ന കാര്യങ്ങളായിരിക്കും. കാരണം ഇതെല്ലാം നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇതിന്റെ എല്ലാത്തിൻ്റെയും പ്രോബ്ലം നിങ്ങൾ ചെയ്തിട്ടാണ് നിങ്ങളുടെ 10ാം ക്ലാസ് പാസ്സായിട്ടുള്ളത്. സോ ഇതെല്ലാം നിങ്ങൾക്ക് അറിയാം, ഒന്ന് പൊടി തട്ടി എടുക്കണം എന്നുള്ളതാണ്. ഇനി ഇത് എങ്ങനെ പ്ലാൻ ഔട്ട് ചെയ്യണം അടുത്ത 8 മാസം എന്ന് ചോദിക്കുകയാണെങ്കിൽ ഓപ്പൺ ഡാറ്റയിൽ നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പറയുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ജൂലൈ എൻഡ് വരെ നിങ്ങൾ കോൺസെപ്റ്റ്സ് ക്വാണ്ടിറ്റേറ്റീവില് മാക്സിമം കവർ ചെയ്യുക. സിമിലർലി നിങ്ങൾ VRCയുടെയും DLRന്റെയും കോൺസെപ്റ്റ്സ് കവർ ചെയ്യുക. കൂടാതെ അതിന്റെ കൂടെ ഒരു പ്രാക്ടീസ് മെക്കാനിസം കൊണ്ടുവരിക. അതായത് ഈ ഞാൻ പറഞ്ഞ എല്ലാ കാറ്റിന്റെ സിലബസും, അത് കുറെ പേര് എനിക്ക് മെസ്സേജ് അയച്ച് ചോദിക്കുന്നുണ്ട്, കഴിഞ്ഞ കുറച്ച് വർഷമായി കാറ്റില് മറ്റേ ഇന്ന ടോപ്പിക്കിൽ നിന്ന് ക്വസ്റ്റ്യൻ കുറച്ചേ വരുന്നുള്ളൂ, അപ്പൊ അത് സ്കിപ്പ് ചെയ്യാമോ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഓഗസ്റ്റിൽ പ്രിപ്പറേഷൻ തുടങ്ങുന്ന ഒരു കാൻഡിഡേറ്റ് ആയിരുന്നെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാനുള്ള ലിബർട്ടി ഉണ്ടായിരുന്നു. ബട്ട് യു ആർ സ്റ്റാർട്ടിംഗ് നൗ, യു ആർ ഹാവിംഗ് 8 months ഓഫ് ടൈം, യു നെവർ നോ എങ്ങനെയാണ് കാറ്റ്. ഇപ്പൊ കഴിഞ്ഞ വർഷത്തെ കാറ്റ് കുറച്ച് അൺപ്രഡിക്റ്റബിൾ ആയിരുന്നു. കാരണം അതുവരെ വന്ന ഒരു പാറ്റേണിൽ നിന്നും ഡിഫിക്കൽട്ടി ലെവലൊക്കെ സ്ലൈറ്റ്ലി ഡിഫറെന്റ് ആയിരുന്നു. വിച്ച് വിൽ നോട്ട് മേക്ക് എ ലോട്ട് ഓഫ് ഡിഫറൻസ് ഫോർ എ പ്രിപ്പയർഡ് കാൻഡിഡേറ്റ്. വൈ? ബിക്കോസ് ഇറ്റ്സ് ഓൾ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ. സോ ഒരാൾക്ക് ഡിഫിക്കൽട്ട് ആണെങ്കിൽ എല്ലാവർക്കും ഡിഫിക്കൽട്ട് ആയിരിക്കും. പക്ഷെ വാട്ട് ഐ എം ട്രൈങ് ടു സേ ഇസ് ലൈക്ക് കാറ്റ് എന്ന് പറയുന്നത് കുറച്ച് അൺപ്രഡിക്റ്റബിൾ ആയി വരുന്നുണ്ട്. അൺപ്രഡിക്റ്റബിൾ ഇൻ ദ സെൻസ്, നിങ്ങൾക്ക് കഴിഞ്ഞ വർഷത്തെ കാറ്റ് കണ്ടിട്ട് ഓക്കെ അതുപോലെ വരും എന്ന് വിചാരിച്ച് ഈ വർഷം പോയി എഴുതാൻ പറ്റുന്ന ഒരു ലെവലിൽ ആയിരിക്കില്ല ചിലപ്പം ഈ വർഷത്തെ കാറ്റ് വരുന്നുണ്ടാവുക. അതുകൊണ്ട് തന്നെ യു കാൺട്ട് ലീവ് എനി ഓഫ് ദി ടോപ്പിക്സ്. ജൂലൈ എൻഡ് വരെ നിങ്ങളുടെ പരിപാടി എന്ന് പറഞ്ഞാൽ ഈ കോൺസെപ്റ്റ് വീഡിയോസ് മൊത്തം കവർ ചെയ്യുക എന്നുള്ളതാണ്. കോൺസെപ്റ്റ് വീഡിയോസ് കവർ ചെയ്യുന്നതിന്റെ കൂടെ ഓരോ കോൺസെപ്റ്റ് വീഡിയോ കവർ ചെയ്തിട്ട് അതിന്റെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓൺലി ദെൻ യു വിൽ നോ എനിക്കിത് വളരെ അത്യാവശ്യം ഗ്രിപ്പിൽ കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത്. അത് തന്നെ നിങ്ങൾ ഈസി ക്വസ്റ്റ്യൻസ് ഒരുപാട് ചെയ്യുക. സോ ദാറ്റ് ദി കോൺസെപ്റ്റ് വിൽ ബി തറോ. ഒരു മീഡിയം ലെവൽ ഡിഫിക്കൽട്ടി ക്വസ്റ്റ്യൻസ് കുറച്ചധികം ചെയ്യുക, ഈസിയുടെ അത്ര ചെയ്യേണ്ട. സോ അതായിരിക്കും നമ്മൾ കാറ്റിൽ സോൾവ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്. വളരെ ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൈ ആൻസർ ഈസ് യെസ് അറ്റ് ദിസ് പോയിന്റ്. ഒരുപാട് ചെയ്ത് സമയം കളയണ്ട, ബട്ട് യു ഷുഡ് ഹാവ് എൻ ഐഡിയ എന്താണ് ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ എന്നുള്ളത്. കാരണം അൾട്ടിമേറ്റ്ലി കാറ്റിന്റെ ഒരു രീതി എന്ന് പറയുന്നത് ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ കണ്ടാൽ മനസ്സിലാവണം, ഓക്കെ ഇതൊരു ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ ആണ്, ഇത് ഏതർ എനിക്ക് അറിയില്ല, അല്ലെങ്കിൽ എനിക്ക് ചെയ്യാൻ താല്പര്യമില്ല, അല്ലെങ്കിൽ ഇത് ചെയ്തു തുടങ്ങിയ ഒരുപാട് സമയം നശിപ്പിക്കും, അത് അപ്പോൾ തന്നെ സ്കിപ്പ് ചെയ്യണം. സോ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ശരിക്കും ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ. സോ ഇത് മൂന്നും പ്രാക്ടീസ് ചെയ്യുക. ആൻഡ് ഓൾസോ ഈ ജൂലൈ എൻഡ് വരെ നിങ്ങൾ ചെയ്യേണ്ട വേറെ കാര്യം, കോൺസെപ്റ്റ് വീഡിയോസ് കാണുക, പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ഓരോ കോൺസെപ്റ്റ് വീഡിയോസും കണ്ടതിന് ശേഷം അതിന്റെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ചെയ്യുക. പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇത് റെഡി അല്ല എന്ന് തോന്നുകയാണെങ്കിൽ തിരിച്ച് ആ വീഡിയോയിൽ പോയിട്ട് ഒന്നുകൂടെ അത് കണ്ട് തറോ ആക്കുക. ആൻഡ്
വീക്ക്ലി ഒരു ദിവസം, അതായത് ഞാൻ പറയുന്നത് ഫുൾ ടൈം ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളമാണ്. വർക്ക് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്ക്, വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ദേ വിൽ ഹാവ് ടു സ്ലൈറ്റ്ലി ഓൾട്ടർ ദെയർ ഷെഡ്യൂൾ. പക്ഷേ ജൂലൈ എൻഡ് ആകുമ്പോഴത്തേക്കും ഇത് കംപ്ലീറ്റ്ലി കവർ ചെയ്യണം വർക്ക് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണെങ്കിലും. കാരണം ഇതൊന്നും അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. വി ഹാവ് ഷെഡ്യൂൾഡ് ഇൻ സച്ച് എ വേ ദാറ്റ് യു ആർ ഹാവിംഗ് ഇനഫ് ആൻഡ് മോർ ടൈം ദാറ്റ് ഒരു വർക്ക് എക്സ്പീരിയൻസ് ഉള്ള ആൾക്ക് വർക്ക് കഴിഞ്ഞ് വീട്ടിൽ വന്ന ഒരു മണിക്കൂറും പിന്നെ വീക്കെൻഡിൽ ഒരു 4-5-6 മണിക്കൂറും സ്പെൻഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് തീർക്കാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. പക്ഷെ അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം വീക്ക്ലി ഒരു ദിവസം നിങ്ങൾ ആ ആഴ്ച പഠിച്ച എല്ലാ കോൺസെപ്റ്റ്സിന്റെയും പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക. സോ ദാറ്റ് യു നോ ദാറ്റ് ഓക്കെ എനിക്കിത് അറിയാമെന്നുള്ളത്. ഇപ്പോഴും നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് മാത്രമേ കവർ ചെയ്തിട്ടുള്ളൂ. പ്രധാനമായിട്ടും പല ആൾക്കാരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക്, ക്വാണ്ടിറ്റേറ്റീവിന് ഒരുപാടധികം സമയം സ്പെൻഡ് ചെയ്യും. പക്ഷേ മനസ്സിലാക്കേണ്ടത് കാറ്റിന് 3 സെക്ഷനും ഈക്വൽ വെയിറ്റേജ് ആണുള്ളത്. 3 സെക്ഷനും സെക്ഷണൽ കട്ട് ഓഫ് ഉണ്ട്. അതുകൊണ്ട് തന്നെ വെർബൽ എബിലിറ്റി ആൻഡ് റീഡിംഗ് കോംപ്രഹെൻഷനിൽ തിയറി വീഡിയോസ് കാണാം. പക്ഷെ അതുകൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളൊന്നും കിട്ടാൻ പോകുന്നില്ല. സോ യു ഷുഡ് ഡെഫിനറ്റ്ലി പ്രാക്ടീസ് 1 റീഡിംഗ് കോംപ്രഹെൻഷൻ പെർ ഡേ. ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ടൈംസ് ഓഫ് ഇന്ത്യ വായിക്കണോ, നോവൽ വായിച്ചു തുടങ്ങാൻ. നോവലൊന്നും ശീലമില്ലാത്ത ആൾക്കാർ ഇപ്പം വായിച്ചു തുടങ്ങാൻ ഞാൻ ഒട്ടും പ്രിസ്ക്രൈബ് ചെയ്യില്ല. ബട്ട് വാട്ട് യു ക്യാൻ ഡു ഇസ് ലൈക്ക് ഇൻസ്റ്റഡ് ഒരു റീഡിംഗ് കോംപ്രഹെൻഷൻ എടുത്ത് ഒരു പാസേജ് വായിച്ച് അതിനകത്തുള്ള ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാം. ഇപ്പൊ നിങ്ങൾ ഡോണ്ട് വറി എ ലോട്ട് അബൌട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ, അതിന്റെ ആക്യുറസി, അതിൽ നിങ്ങൾ എടുക്കുന്ന ടൈം അല്ലെങ്കിൽ അതിന്റെ മാർക്ക് ഒന്നും നിങ്ങൾ അധികം ബാധിക്കേണ്ട ആവശ്യമില്ല. കാരണം ദിസ് ഈസ് ലൈക്ക് സേ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞത് നിങ്ങൾ ജിമ്മിൽ പോകുന്ന പോലെയാണ്. സോ ജിമ്മിൽ പോകുമ്പോൾ നിങ്ങൾ അത്യാവശ്യം ഒരു 120 കിലോ ഉള്ള അത്യാവശ്യം ഒബീസ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ ജിമ്മിൽ പോയിട്ട് 2 ദിവസം കഴിയുമ്പോൾ തന്നെ എവിടെ സിക്സ് പാക്ക് എവിടെ എന്ന് ചോദിക്കരുത്. നിങ്ങൾക്ക് റിസൾട്ടുകൾ ഒന്നും ഉണ്ടാവില്ല. നിങ്ങൾ പിന്നെയും ജിമ്മിൽ പോകുന്നു, കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നു. അങ്ങനെ പോയി ഒരു 5-6 മാസം കഴിയുമ്പോൾ ചെറിയ ഡിഫറൻസസ് ഒക്കെ വന്നു തുടങ്ങും. പിന്നെയും നിങ്ങൾ ഒരുപാട് പുഷ് ചെയ്യുമ്പോഴത്തേക്കും മേ ബി ഒരു 1-2 ഇയേഴ്സ് ഒക്കെ കഴിയുമ്പോഴായിരിക്കും നിങ്ങൾക്ക് ഒരു പ്രോപ്പർ ട്രാൻസ്ഫോർമേഷൻ എഫക്റ്റ് അവിടെ ഫീൽ ചെയ്യുന്നത്. കാറ്റിനും വളരെ സിമിലർ ആണ്. നിങ്ങൾ ഇപ്പം മോക്ക് എടുക്കുമ്പോൾ കുറെ പേര് ചോദിക്കുന്നതുകൊണ്ട് ഇപ്പോഴേ എന്തിനാ മോക്ക് എടുക്കുന്നത്? ഞാൻ പറയുന്നത് ഇപ്പോഴേ മോക്ക് എടുക്കണം. കാരണം മോക്ക് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യന്റെ ആൻസർ അറിയുമെന്നുള്ളത് മാത്രമല്ല, ആ ഒരു സിസ്റ്റമായിട്ടുള്ള ഒരു ഫെമിലിയാരിറ്റി നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. നിങ്ങളുടെ ഒരു വീക്ക് പോയിന്റ് അത് നോട്ട് ഇൻ ടേംസ് ഓഫ് നിങ്ങൾക്ക് അറിയാത്ത കോൺസെപ്റ്റ്സ്, നിങ്ങൾക്ക് ചിലപ്പോൾ പല നിങ്ങൾ തന്നെ എടുക്കുന്ന ചില മെന്റൽ സംഭവങ്ങളുണ്ടാവും. ചിലപ്പോൾ നിങ്ങൾ സോൺ ഔട്ട് ആയി പോകുന്നുണ്ടാവും. അപ്പോൾ ഒരു ടെസ്റ്റ് സ്റ്റാമിന എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു പീരീഡിൽ ബിൽഡ് ചെയ്യേണ്ട ഒരു സാധനമാണ്. സോ ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാൻ വേണ്ടി മോക്ക് ടെസ്റ്റ് എടുക്കണം. സോ എഗെയിൻ ഞാൻ പറയാണ്, ഡെയിലി വീഡിയോസ് കാണാൻ, പ്രാക്ടീസ് ക്വസ്റ്റ്യൻ ചെയ്യുക. എന്നിട്ട് ഡെയിലി ഒരു RCയും ഒരു LRDAയും, ഒരു LR ഒരു DAയും സെറ്റും ചെയ്യുക. ഒരു RC ഒരു LR ഒരു DA. അപ്പം നിങ്ങളുടെ DA എല്ലാവരും ക്ലിയർ ആയി, RCക്കുള്ള പ്രാക്ടീസുമായി ക്വാണ്ടിറ്റേറ്റീവ് ഡെഫിനറ്റ്ലി നിങ്ങൾ വീഡിയോസ് കാണുന്നുണ്ട്, പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. സോ ദാറ്റ് വിൽ ഓൾസോ ബി ടേക്കൺ കെയർ ഓഫ്. ഇത് എല്ലാ ദിവസവും ഇങ്ങനെ റിലീജിയസ് ആയിട്ട് ഫോളോ ചെയ്യണം എന്നല്ല. നിങ്ങൾ അങ്ങനെ ഒരുപാട് ബേർഡൻ നിങ്ങളുടെ തലയിൽ തന്നെ ഇട്ട് ചില നോർത്ത് ഇന്ത്യയിലെ JEE ആസ്പിറൻസ് പോകുന്ന പോലെ ഒരു ജീവിതമില്ലാത്ത രീതിയിലൊന്നും പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കാറ്റിന്. ഇതിപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ദിവസം എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ട്, അതിനൊക്കെ ബ്രേക്ക് ഒക്കെ എടുക്കാം. ഇപ്പം അറ്റ് ദിസ് പോയിന്റ് യു ക്യാൻ ആക്ച്വലി ഡൂ ദാറ്റ്. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഒരു മാസത്തിൽ 2 മോക്ക് ടെസ്റ്റ് എങ്കിലും ഇപ്പം എടുക്കുക. ഈ ജൂലൈ വരെയുള്ള കാര്യമാണ് പറയുന്നത്. 2 മോക്ക് ടെസ്റ്റ് എങ്കിലും എടുക്കുക. ബിക്കോസ് ഇറ്റ് വിൽ ടീച്ച് യു എ ലോട്ട് ഓഫ് തിങ്. മോക്കിന്റെ മാർക്ക് കണ്ട് ഡിസപ്പോയിന്റഡ് ആയി നിർത്തി പോവുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി അല്ല നിങ്ങൾ മോക്ക് എടുക്കേണ്ടത്. കാരണം എ ലോട്ട് ഓഫ് പീപ്പിൾ ഡൂ ദാറ്റ്. ദാറ്റ്സ് വൺ ഓഫ് ദി റീസൺസ് വൈ a lot of people can't crack CAT, or people feel like CAT അത്ര എളുപ്പമുള്ള ഒരു പരീക്ഷ അല്ല. ബിക്കോസ് എ ലോട്ട് ഓഫ് പീപ്പിൾ അവർ ഡീമോട്ടിവേറ്റഡ് ആവും മാർക്ക് കണ്ടിട്ട്. ഡോണ്ട് ഗെറ്റ് ഡീമോട്ടിവേറ്റഡ്. സോ ഇനി ഒന്നുകൂടെ സ്പ്ലിറ്റ് ചെയ്ത് പറയുകയാണെങ്കിൽ ജൂലൈ വരെയുള്ള കാര്യം ഞാൻ പറഞ്ഞു. ഇത് ഏപ്രിലുള്ള കാര്യം ഞാൻ ഇപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഏപ്രിലിൽ നിങ്ങൾ അരിത്തമെറ്റിക് കംപ്ലീറ്റ്ലി ക്ലിയർ ചെയ്യണം. VARCയിൽ പാര സമ്മറി, പാര ജമ്പിൾ, ഓഡ് സെന്റൻസ് ഔട്ട്, പാര കംപ്ലീഷൻ, ഇത്രയും സാധനങ്ങൾ, അതായത് VAയിലുള്ള ടോപ്പിക്സ് ആണ്. ആൻഡ് LRDയിൽ ലീനിയർ ആൻഡ് സർക്കുലർ അറേഞ്ച്മെന്റ്, ഡിസ്ട്രിബ്യൂഷൻ, കമ്പാരിസൺ, ടേബിൾസ്, പൈ ചാർട്ട് ആൻഡ് സെലക്ഷൻസ്. ഇത്രയും സാധനങ്ങളാണ് നിങ്ങൾ ഈ ഒരു മാസം കൊണ്ട് നിങ്ങൾ കവർ ചെയ്യേണ്ടത് ഇൻ ടേംസ് ഓഫ് കോൺസെപ്റ്റ്സ്. നിങ്ങൾ വിചാരിക്കുകയാണ് 8 മാസം ഉണ്ട് ഞാൻ പിന്നെ ചെയ്തോളാം എന്നൊക്കെ വിചാരിക്കുകയാണെങ്കിൽ ഇറ്റ്സ് ഗോണ ഗോ ഔട്ട് ഓഫ് ഹാൻഡ്. പക്ഷെ ഇപ്പം നിങ്ങൾ ചെയ്തു തുടങ്ങുകയാണെങ്കിൽ യു ക്യാൻ ഈസിലി ക്ലിയർ ദാറ്റ്. എഗെയിൻ അരിത്തമെറ്റിക്കിൽ എന്തൊക്കെയാണ് കോൺസെപ്റ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഓപ്പൺ ഡേറ്റയുടെ വെബ്സൈറ്റിൽ പോയാൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് വീഡിയോസ് അരിത്തമെറ്റിക്കിന്റെ കിട്ടും. അവിടെ ഉള്ളത് എന്തോ അതാണ് ഈ പറയുന്ന അരിത്തമെറ്റിക്കിന്റെ സിലബസ്, വിച്ച് ഈസ് റേഷ്യോസ് ആൻഡ് പ്രൊപ്പോർഷൻ, പെർസെന്റേജസ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, സിമ്പിൾ ഇൻട്രസ്റ്റ് ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, ആവറേജസ്, ടൈം ആൻഡ് വർക്ക്, ടൈം സ്പീഡ് ഡിസ്റ്റൻസ് ആൻഡ് മിക്സ്ചേഴ്സ് ആൻഡ് അലിഗേഷൻ. ഇത്രയും സാധനങ്ങളും നിങ്ങൾ തീർത്ത് വെക്കുക. ആൻഡ് അത്ര തന്നെ ഉള്ളൂ. പിന്നെ മെയിലേക്കുള്ള ഷെഡ്യൂൾ വരും വീഡിയോയിൽ പറയുന്നുണ്ടാവും. സോ അവർ ഷോർട്ട് ടേം ഗോൾ, പിന്നെ അത് കഴിഞ്ഞിട്ട് എന്ത്, ജൂലൈ കഴിഞ്ഞിട്ട് എന്ത് എന്നുള്ളതിനെ കുറിച്ചും നമുക്ക് വ്യക്തമായ പ്ലാൻ ഉണ്ട്. ഡോണ്ട് വറി. സോ വിൽ ബി കീപ് പോസ്റ്റിംഗ് ഓൺ വാട്ട് യു ഹാവ് ടു ഡു ആഫ്റ്റർ ജൂലൈ. സോ ജൂലൈ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ കോൺസെപ്റ്റ്സ് എല്ലാം കഴിഞ്ഞ് അതിനകത്ത് കൂടുതൽ ഡീപ് ഡൈവ് ചെയ്ത് കൂടുതൽ മോക്ക് ടെസ്റ്റ് എടുത്ത് കൂടുതൽ സ്ട്രാറ്റജി, സ്കോർ മാക്സിമൈസേഷൻ ഒക്കെ
വരിക. അതുകൊണ്ടൊരു ജൂലൈ കഴിഞ്ഞ് ഓഗസ്റ്റ് ഒക്കെ എത്തുന്ന വരെ മോക്കിൽ വലിയ മാർക്കൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. ചിലപ്പോൾ 0 ആവാം, നെഗറ്റീവ് ആവാം, ചിലവർക്ക് നല്ല മാർക്ക് കിട്ടാം. വെൽ ആൻഡ് ഗുഡ്. സോ ദാറ്റ്സ് ഓൾ ഫ്രം മൈ സൈഡ്. സോ ഈ ഒരു വീഡിയോയിൽ എങ്ങനെ നിങ്ങൾക്ക് ഒരു കാറ്റ് സെൽഫ് ബേസ് ആയിട്ട് പഠിക്കാം എന്നുള്ളതിനെ കുറിച്ചൊരു ഏകദേശ ധാരണ കിട്ടിയിട്ടുണ്ടാവും. സോ താങ്ക്സ് എ ലോട്ട് ഫോർ വാച്ചിങ് ദ വീഡിയോ. ബൈ.